പെട്ടെന്ന് നമുക്ക് ഒറ്റ ഒരാൾ മാത്രം ഇപ്പം ഞാൻ തനിച്ചായിട്ടുള്ള ഒരു ദിവസത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഞാൻ ആദ്യം തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റപ്പോൾ തന്നെ നേരെ ഓടി വന്നിട്ട് കുക്കറിൽ ഞാൻ അത്യാവശ്യം ഒരു 2 ഗ്ലാസ് നാഴി അരി ഇട്ടിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഊറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു മാങ്ങ എടുത്തു. എനിക്കൊരു 3-4 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു നല്ലൊരു മാങ്ങ നോക്കി എടുത്ത് വേഗം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് വൃത്തിയാക്കി, എന്നിട്ട് അതിൻ്റെ സീഡ് ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഒരു 2 തക്കാളി, പിന്നെ ഒരു 3 സവോള, പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സവോളയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുമെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയത് കാരണം ഇതെല്ലാം ഞാൻ അങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിനകത്ത് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഞാനൊരു സൈഡിലേക്ക് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ വൃത്തിയാക്കും. ഈ OCD എന്ന് പറയുന്ന പോലൊരു സാധനം എനിക്കും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ സൈഡിലുള്ള എല്ലാ ഭാഗങ്ങളും വൃത്തിയായി കിടക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഇടയ്ക്ക് അരിയാനുള്ള സാധനങ്ങളും ഒരു ചോപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനകത്തോട്ട് ഞാൻ ഈ സവോള എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. എന്തൊരു കാര്യത്തിനും തുടക്കം നമുക്ക് ഈ ചോര കാണുന്നത് നല്ലതാണല്ലോ. അപ്പം കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി കണ്ടു. അപ്പം മുട്ടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സവോള സെപ്പറേറ്റ്, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, ഇത്ര ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചതിനകത്ത് ഒരു ബോട്ടിലിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 ഇയർ എങ്കിലും അതൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ കുറേശ്ശെ വീക്ക്ലി ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ അടച്ചു വെക്കത്തുള്ളൂ. എനിക്ക് അത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ 2 മുട്ട, 3 മുട്ട ഉണ്ടായിരുന്നു. അത് ഞാൻ അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ചോപ്പറിനകത്തുനിന്ന് കുറച്ച് സവോള അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ആവശ്യമുണ്ട്. ഒരു സാധനം ഉണ്ടാക്കാനാണ്, നല്ലൊരു മാങ്ങാച്ചമ്മന്തി. പിന്നെ കുറച്ച് ഞാൻ ഇതിനകത്തിട്ടിട്ടുണ്ട്. ഈ മുട്ടയുടെ അകത്ത് കുറച്ച് സവോള ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ പ്രിപ്പറേഷൻ കാണാം. മുട്ട ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ. ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കറിവേപ്പിലയില്ല, ഈ ഫ്ലാറ്റിൻ്റെ അവിടെ എങ്ങും കറിവേപ്പിലയില്ല. ഇനി വീട്ടിൽ പോകുമ്പോഴോ ആരെങ്കിലും വരുമ്പോഴോ ആണ് കുറച്ച് കറിവേപ്പില കൊണ്ടുവരാൻ പറ്റുക. പിന്നെ ഞാൻ സവോള ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു, പിന്നെ തക്കാളി ഇട്ടു, പിന്നെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ, കുഞ്ഞ് സ്പൂണാട്ടോ, ഭയങ്കര ചെറിയ സ്പൂണാണ്. അതിനകത്ത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും ഇട്ടു സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് വൈകിട്ടും ഇട്ട് കൊടുക്കണ്ട. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഞാൻ വഴറ്റി. എന്നിട്ട് ഞാൻ ഓൾറെഡി ഇതെല്ലാം അരിഞ്ഞ് വെച്ച് ഒരു പാത്രം സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയിട്ട് ആ വെള്ളം ഞാൻ ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം, വേണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഞാൻ ഈ പാത്രത്തിനകത്ത് കുറച്ച് പൊടിയായിട്ട് തക്കാളിയുടെ കുറച്ച് ഇതും പിന്നെ പൾപ്പ് പോലത്തെ സാധനവും പിന്നെ സവോളയുടെ ഇരുന്നത് കാരണം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈഡിലെല്ലാം പറ്റിച്ച് ഒരു വട്ടത്തിലൊരു പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ആ മൂടി കൊണ്ട് ഞാൻ അടച്ചു വെച്ചു. ഒരു
ഏകദേശം ഒരു 12-15 മിനിറ്റിനുള്ളിൽ ഞാൻ ഭയങ്കര ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചു. അപ്പോഴേക്കിനും ഞാൻ വേഗം പോയി തേങ്ങയും തിരുമ്മി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചമ്മന്തിക്കുള്ളതെല്ലാം സെറ്റാക്കി. ഓൾറെഡി നമ്മൾ മാങ്ങ അരിഞ്ഞ് ജാറിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും ഞാൻ കുറച്ച് സവോള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിനും തേങ്ങ അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കിനും വീണ്ടും വന്നിട്ട് സെറ്റായോ എന്ന് നോക്കി. ഓക്കെ, ഇതാ നമ്മുടെ മുട്ട കൊണ്ടൊരു സംഭവം ഉണ്ടാക്കിയത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ എന്നിട്ടത് തിരിച്ചിട്ടപ്പോൾ ദാണ്ടെ ഈ ഒരു എന്താ പറയുക, എനിക്ക് കൊതി വരുന്നു വീണ്ടും കാണുമ്പോൾ. ഈ ഒരു സംഭവമായിട്ട് നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ഇത് മൊത്തം എനിക്ക് ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പാതി മാറ്റി വെച്ചിട്ട് പാതിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ എൻ്റെ മാങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടോ. ഞാൻ ആദ്യം മാങ്ങയും ഈ സവോളയും പിന്നെ 3-4 വറ്റൽമുളകും ഇഞ്ചിയും പുളിയും കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഉപ്പും തേങ്ങയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഞാൻ അരച്ച് നല്ല ഫൈൻ പരുവത്തിൽ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. സാധാ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന അതേ ചമ്മന്തിയുടെ സെയിം ഒരു എന്താ പറയുക ഇതിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തത്. എന്നിട്ട് എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒരു ചെറിയൊരു ഉണ്ടയാക്കി ഒരു കുഞ്ഞു ബൗളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ചോപ്പ് ചെയ്ത് സവോള വന്നില്ലേ, അപ്പോൾ ഞാൻ അതിനകത്തോട്ട് പെട്ടെന്ന് സവോളയും ഒരു 2 കുഞ്ഞ് കഷ്ണം കുക്കുംബറും കട്ട് ചെയ്ത് ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് ഒരു 2 പച്ചമുളകും ഇട്ടിട്ട് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് തൈരുണ്ടായിരുന്നു. ആ തൈര് ഞാൻ അതിനകത്തോട്ടിട്ട് ഉപ്പും ഇട്ടും കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ച്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വേറൊരു അതിഥി വന്നിട്ടുണ്ട്. അമൃതയുടെ അമ്മയുടെ സ്പെഷ്യലായിട്ട് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് എനിക്ക് കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു കാര്യം വൃത്തി എന്ന് പറയുന്നൊരു സാധനം. കിച്ചൺ വൃത്തിയായിട്ടിരിക്കണം. എനിക്ക് എപ്പോഴും ഒരു പാത്രങ്ങളും അഴുക്കായി കിടക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അതേപോലെ തന്നെ എൻ്റെ കൈ മുറിയാനുള്ള മെയിൻ കാരണം എനിക്ക് കത്തി ഇങ്ങനെ വെച്ചിട്ട് കയ്യിലിങ്ങനെ വെച്ച് അരിയാൻ അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അരിയാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവ സാമഗ്രികളില്ല. ഇനി നമുക്കത് പതിയെ കൊണ്ട് വാങ്ങിക്കണം. കട്ടിംഗ് ബോർഡ് ഒരുപാട് നോക്കി പോയപ്പോഴും അമ്മയുടെ അടുത്ത്, പക്ഷേ നടന്നില്ല. ഇനി കട്ടിംഗ് ബോർഡ് അമ്മ വരുമ്പോൾ കൊണ്ടുവരും. അതുവരെ ഞാൻ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ഇതാ കണ്ടില്ലേ, നല്ല റൈത്താനും മുട്ട വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയതും, പിന്നെ അതിൻ്റെ പേരെനിക്കറിയില്ല, പിന്നെ നല്ല നാരങ്ങാച്ചാറും നല്ല മാങ്ങാ ചമ്മന്തി, നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഒറ്റയ്ക്കാണെങ്കിലും ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ഈ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ഷോർട്സായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഷോർട്സായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്. രാത്രിയിലാട്ടോ എഡിറ്റ് ചെയ്യുന്നത്, ഇപ്പം തന്നെ ഇത് ഇടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.